പൃഥ്വിരാജ് ഇന്നലേക്ക് വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾ പ്രതികരിക്കൂ എന്നുള്ളത്. അതുതന്നെയാണ് ചിത്രം കണ്ടതിന് ശേഷമുള്ള ഒരു പ്രതികരണമാണ്. തിയേറ്റർ അങ്ങ് തൂക്കി എന്ന് പറയേണ്ടി വരും. പടം തുടക്കം മുതൽ ഒടുക്കം വരെ ആ തിയേറ്ററിൽ നിന്ന് കണ്ണെടുക്കാതിരുന്ന് കാണേണ്ടി വരുന്ന ഒരു ചിത്രമാണ്. പ്രേക്ഷകർക്ക് വലിയ ആവേശമുണ്ടാക്കുന്നൊരു ചിത്രമാണ് എമ്പുരാൻ. ഏതെല്ലാം സമയങ്ങളിൽ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മഞ്ജു വാര്യരെയൊക്കെ കാണിക്കുന്നു ആ സമയങ്ങളിലൊക്കെ തിയേറ്റർ ആവേശത്തിലായിരുന്നു. ആവേശം ആകാശത്തോളം എത്തി എന്നുള്ളത് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഈ മഞ്ജു വാര്യർ മുൻ ചിത്രങ്ങളിൽ നിന്ന്, അതായത് ലൂസിഫറിൽ നിന്നും കൂടുതൽ കൈയടി നേടിക്കുന്ന ഒരു താരമായി ഈ എമ്പുരാനിൽ മാറുകയും ചെയ്യുന്നുണ്ട്. പല ഘട്ടങ്ങളിലും മഞ്ജു വാര്യരുടെ ഡയലോഗെല്ലാം അത് വലിയ തിയേറ്ററിൽ തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ കൈയടികൾ നേടിക്കൊടുത്ത രീതിയിലേക്ക് തന്നെയായിരുന്നു. എന്തായാലും ചിത്രം തിയേറ്ററുകളിൽ ആവേശഭരിതമായി തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഒരുപക്ഷെ പണം വാരിപ്പടം, ഏറ്റവും വലിയ പണം വാരിപ്പടമായി എമ്പുരാൻ മാറും എന്നുള്ളതും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു എമ്പുരാൻ. പക്ഷേ അതിനനുസരിച്ച് തന്നെ ഈ ആവേശം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആളുകളൊക്കെ ഇപ്പോഴും ചിത്രത്തിന് ടിക്കറ്റ് കിട്ടാത്ത ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ആളുകൾ എല്ലാവരും തന്നെ പുറത്തു നിൽക്കുകയാണ്. ഒപ്പം തന്നെ പല താരങ്ങളും ഇതിലെ എല്ലാവർക്കും വലിയ പ്രാധാന്യം, മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ചിത്രം മുന്നോട്ട് പോയത്. ഒപ്പം തന്നെ അണിയറ പ്രവർത്തകരും അവരെല്ലാവരും ആവേശത്തിൽ തന്നെയായിരുന്നു. പടം കണ്ടോ? പടം കണ്ടില്ല, ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ. നല്ല തിരക്കായിരുന്നില്ല. അതുതന്നെയാണ്. എന്തായാലും ആളുകളൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. തിയേറ്റർ അങ്ങ് തൂക്കിയെടുത്തിരിക്കുകയാണ്. ചിത്രം അങ്ങ് കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. പൃഥ്വിരാജ് തന്നെയാണ് പടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ ഉടമ കൂടി നമ്മോടൊപ്പം ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട്? എത്ര ദിവസത്തേക്കാണ് ഫില്ല്? ഭയങ്കര പടമാണ്. ഇപ്പം തന്നെ 6 ദിവസത്തേക്കുള്ള ഫുള്ളായിട്ടുണ്ട്. നല്ല പടം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും. പിന്നെ എല്ലാ മാസം ഞാൻ എന്തെങ്കിലും പറഞ്ഞ സ്പോയിലർ ആയിപ്പോൾ അതുകൊണ്ടാണ്. അതിൻ്റെ ക്ലൈമാക്സ് പഞ്ചൊക്കെ യു ഷുഡ് വാച്ച്. വെരി എക്സൈറ്റിംഗ്. കൊള്ളായിരുന്നു. സൂപ്പർ.